ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ റിയാക്ട് പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, സോ നമ്മളൊരു കമാൻഡ് യൂസ് ചെയ്താണ് റിയാക്ട് പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. അതിൽ ഒരു 1000 മേലെ പാക്കേജസും ഉണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം, ഈ ഡയഗ്രാം നോക്കാം. നമ്മൾ ഈ പ്രോജക്റ്റിൽ കുറേ ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉണ്ട്. സോ 1000 മേലെ പാക്കേജസ്, അത് ആക്ച്വലി നിറയെ ഡിപ്പെൻഡൻസീസ് ആണ്. സോ നമ്മളിവിടെ ഒരു പ്രത്യേക ഡിപ്പെൻഡൻസിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ബാബൽ. അതുപോലെ നിറയെ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. വെബ് പാക്ക് ഒരു ഡിപ്പെൻഡൻസിയാണ്, വെബ് പാക്ക് ഡെവ് സെർവർ ഡിപ്പെൻഡൻസിയാണ്, ബാബൽ ഡിപ്പെൻഡൻസി. നമുക്ക് ഇവിടെ തൽക്കാലം ബാബൽ നോക്കാം. എന്താണ് ബാബൽ, എന്തിനാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ചിലപ്പോൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ടാകും. സോ അത് മോസ്റ്റ്ലി നിങ്ങൾ ES5 ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. പിന്നെ ES2015 കുറച്ച് ഫീച്ചേഴ്സും യൂസ് ചെയ്യുന്നുണ്ടാകും. ES5ഉം ES2015ഉം രണ്ടും ഡിഫറെൻറ്റ് വെർഷൻസാണ്. ഓരോ വെർഷനും അതിൻ്റേതായ ഫീച്ചേഴ്സും അതിൻ്റേതായ സിൻറ്റാക്സും ഉണ്ട്. പുതിയ വെർഷനും അതേപോലെ സിൻറ്റാക്സും അതിൻ്റേതായ ഫീച്ചേഴ്സും അതിൻ്റെ സിൻറ്റാക്സും ഉണ്ട്. അതെല്ലാം ഡെവലപ്പറിന് വളരെ എളുപ്പം, പ്രോഗ്രാം എഴുതുമ്പോൾ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അങ്ങനെയാകുമ്പോൾ. സോ നിങ്ങൾ മോസ്റ്റ്ലി പഠിച്ചത് ഇതായിരിക്കാം, ES5 ആയിരിക്കാം, ES2015 ഒരു സിൻറ്റാക്സും അത് യൂസ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ എഴുതുന്ന കോഡ് ഇവിടെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ചില ബ്രൗസർ 100% അപ് ടു ഡേറ്റ് ആയിരിക്കില്ല. മോസ്റ്റ് ഓഫ് ദി ബ്രൗസേഴ്സ് അതായിരിക്കില്ല, 100% അപ് ടു ഡേറ്റ് ആയിരിക്കില്ല. സോ നമുക്ക് നോക്കാം. ഈ എല്ലാ ബ്രൗസേഴ്സും ES5 സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ES2015 അതും ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള വെർഷൻസ് ബ്രൗസർ സപ്പോർട്ട് ചെയ്യില്ല. സോ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ലേറ്റസ്റ്റ് വെർഷനിലായിരിക്കും. സോ നിങ്ങളുടെ ബ്രൗസർ പഴയതായിരിക്കും. സോ നിങ്ങൾ എഴുതുന്ന കോഡ് ഇവിടെ മോസ്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വഴിയില്ല. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ബാബൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ബാബൽ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യണമെന്ന്. സോ ഞാൻ മുമ്പ് പറഞ്ഞ ഇഷ്യൂ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാബൽ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന കോഡ് ഒരുപക്ഷെ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും. ഓക്കെ, ബ്രൗസർ അത് കുറച്ച് പഴയത് അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ പഴയ ബ്രൗസർ ആണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സിൻറ്റാക്സ് ഉണ്ടാവും. സോ ബ്രൗസറിന് അത് മനസ്സിലാവില്ല എന്താണ്. സോ ഇവിടെ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനു വേണ്ടി നമ്മൾ ബാബൽ യൂസ് ചെയ്യുന്നു. ബാബൽ ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ബാബൽ ഏത് വേർഷനുള്ള ജാവാസ്ക്രിപ്റ്റിനെയും കൺവേർട്ട് ചെയ്ത് അത് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ബാബൽ യൂസ് ചെയ്തില്ലെങ്കിൽ അത് വർക്കാവില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാബൽ യൂസ് ചെയ്ത് പഴയ വേർഷൻസ് ഉള്ള പുതിയ വെർഷൻസ് ഉള്ള ജാവാസ്ക്രിപ്റ്റിനെ അത് കൺവേർട്ട് ചെയ്ത് ബ്രൗസറിന് മനസ്സിലാക്കേണ്ട രീതിയിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ബാബൽ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ്, ചുമ്മാ ഒരു കോൺസെപ്റ്റ് പഠിച്ചിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. സോ ഇവിടെ നമ്മൾ ബാബൽ പഠിച്ചു. ഇപ്പോൾ കുറേ ഡിപ്പെൻഡൻസി ഉണ്ട്. അതിൽ മെയിൻ 3 ഡിപ്പെൻഡൻസി ബാബലും വെബ് പാക്കും വെബ് പാക്ക് ഡെവ് സെർവറുമാണ്. സോ ബാബലോടെ പഠിച്ചു. വെബ് പാക്കും വെബ് പാക്ക് ഡെവ് സെർവറും നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ പഠിക്കുന്നതാണ്. സോ ഇതിന് വേണ്ടിയിട്ടാണ് ബാബൽ യൂസ് ചെയ്യുന്നത്. ബാബൽ യൂസ് ചെയ്യുന്നത് പുതിയ വേർഷൻസ് ഓഫ് ജാവാസ്ക്രിപ്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ബ്രൗസറിൽ മനസ്സിലാക്കാൻ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബാബൽ.